നല്ല മട്ടയരി ചോറും നല്ലൊരു നാടൻ ഒഴിച്ചേറിയും, പിന്നെ ഇതിലേക്ക് കുറച്ച് ചെമ്മീൻ ചമ്മന്തിയും, പിന്നെ ഒരു ചക്കപ്പേരി. ടേസ്റ്റ് പറയുമ്പം തന്നെ നാവിൽ വെള്ളം ഊർന്നു. അപ്പോൾ അത് കഴിച്ചുകൂടെ നോക്കിയാലോ? എന്തായിരിക്കും അല്ലേ? അധികം ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാവില്ലേ? ഇതുപോലെയുള്ള നാടൻ കറികൾ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു സ്നേഹത്തിൻ്റെ രുചിയും കൂടി ആകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. ഞാൻ ഇതുപോലെയുള്ള നാടൻ കറികളോടാണ് എനിക്ക് പ്രിയം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാടൻ കറികളാണ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിന് കുറച്ച് ചെമ്മീൻ വേണം കേട്ടോ. ഉണക്ക ചെമ്മീൻ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കണം. എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. എണ്ണയില്ലാതെ നമുക്ക് വറുത്തെടുക്കണം. ഞാനിവിടെ ചെമ്മീൻ വാങ്ങിക്കാറൊന്നുമില്ല. അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എൻ്റെ നാത്തൂൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നതാണ് കേട്ടോ. അവരൊരു 5-6 കിലോ ചെമ്മീൻ വാങ്ങിയിട്ട്, പച്ച ചെമ്മീൻ വാങ്ങിയിട്ട് കഴുകി നല്ലപോലെ ഉണക്കി എനിക്ക് ഒരു 1-1.5 കിലോ 2 കിലോൻ്റെ അടുത്തൊക്കെ എനിക്ക് എല്ലാ വർഷവും കൊണ്ടുതരും. അപ്പോൾ ഈ വർഷം കൊണ്ടുതന്നതാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത വർഷമാവും. അപ്പോഴേ അടുത്ത വർഷം അവർ കൊണ്ടുതരും. എനിക്ക് ആവശ്യമുള്ള ചെമ്മീൻ വീട്ടിൽ നിന്ന് അവർ വാങ്ങിയിട്ട് ഉണക്കി കൊണ്ടുതരാറാണ് പതിവുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ താമസിക്കുന്ന എനിക്ക് ഇതുപോലെയുള്ള ചെമ്മീൻ ഇവിടെ കിട്ടില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള ചെമ്മീൻ കിട്ടുന്നത് കേട്ടോ. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാടൻ ചെമ്മീനാണ്. ആൾക്കാരിങ്ങനെ കണ്ടി കെട്ടിയിട്ട് അതൊരു വലയൊക്കെ കെട്ടിയിട്ട് വളർത്തിയെടുക്കണം. ഈ കടലിൻ്റെ കരയിലുള്ള സ്ഥലങ്ങളിൽ വളർത്തിയെടുക്കുന്ന ചെമ്മീനാണ് കേട്ടോ. അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു കഴുകി വൃത്തിയാക്കി ഇതുപോലെ തോല് കളഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ചട്ടിയിൽ വേവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഇട്ടിട്ട് 1-2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അധികം അരപ്പൊന്നും ആവശ്യമില്ല. നമ്മൾക്ക് കുറച്ച് തേങ്ങ മാത്രമേ അരച്ചെടുക്കണ്ടൂ കേട്ടോ. അപ്പോൾ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചക്കക്കുരു വെന്തോന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഒന്ന് ചക്കക്കുരു വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇതാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. കൂടുതൽ വേവില്ലാത്ത ചക്കക്കുരുവാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഉടച്ചു കൊടുക്കണം. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ നല്ലപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ. നാടൻ കറി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് വാടിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഇലുമ്പാമ്പുളി, ബിൽബിപ്പുളി എന്ന് പറയും. ഒരു 5-6 ബിൽബിപ്പുളി ചെറുതായ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് പുളിയാവ് ഉണ്ടെങ്കിൽ പുളി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഈ ഇലുമ്പാമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് കഴുകി വെച്ച ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് മുരിങ്ങാക്കായ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വണ്ണം കുറഞ്ഞ മുരിങ്ങാക്കായാണ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വണ്ണം കൂടുതലുള്ളതാണെങ്കിൽ നടുവെ ചീവിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നാടൻ മുരിങ്ങാക്കായാണ്, ഇവിടെ തന്നെ ഉണ്ടായ മുരിങ്ങാക്കായാണ്, അതുകൊണ്ടാണ് വണ്ണം കുറവ്. ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായ വെന്ത് ഉടച്ചെടുക്കരുത്. അതിന് മൂടി അടച്ച് വെച്ച് നമുക്ക് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വേകാനുണ്ട് നമ്മുടെ മുരിങ്ങക്കായയുടെ ആ പച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ടേസ്റ്റ് പോകുന്ന വരെ മാത്രമേ മുരിങ്ങക്കായ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. പിന്നെ മാത്രമല്ല നമ്മൾ ചേർത്ത ഇൽമ്പാമ്പുളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പം നല്ലപോലെ മുരിങ്ങക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് തിള വരുമ്പോൾ നമ്മൾക്ക് ഇത് ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചട്ടിയിലായതുകൊണ്ട് തന്നെ ചൂടാറുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കട്ടിയിലാവും ഇതിൻ്റെ ഗ്രേവി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ്. നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് ആ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടിയാൽ തന്നെ നമ്മുടെ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു നാടൻ ഒഴിച്ചു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് നമ്മൾക്ക് നല്ല ആ ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നമ്മുടെ കറിയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.